മാഷെ, ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിട്ട് പോവുകയാണല്ലോ. ഇത്രയും ഒരു നമ്മുടെ കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പുറത്ത് വിട്ടതിന് അവരുടെ അവരുടെ എന്ത് പറഞ്ഞാൽ അവർ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്നുള്ളതും, അല്ലെങ്കിൽ ആ മെഡിക്കൽ കോളേജിൻ്റെ കേരളയിലുള്ള എത്രയോ മെഡിക്കൽ കോളേജിൽ പാവങ്ങൾ എല്ലാ രീതിയിലുള്ള രോഗികളും അവിടെ വന്ന് ചികിത്സയ്ക്ക് തേടാറുള്ള ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ ദയനീയ അവസ്ഥ പുറത്ത് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് ഇത്രയും തേജോവധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ പുള്ളീനെ? അല്ല, അതിൻ്റെ ദയനീയാവസ്ഥ എന്നതിനേക്കാളുപരി അത് കൃത്യമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പുറത്തു പറയേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പലവട്ടവും ഈ കാര്യം ഡിപ്പാർട്ട്മെന്റിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന്മാരോട് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലും അദ്ദേഹം പറയുന്നത് ഞാനിവരുടെ പിന്നാലെ നടന്ന് എൻ്റെ ചെരുപ്പ് വരെ തേഞ്ഞു പോയി എന്നാണ്. അല്ലാതെ ഒരു മാറ്റവും അതിൻ്റെ അകത്ത് സംഭവിക്കാത്ത സാഹചര്യത്തിലാണ് ഞാൻ യഥാർത്ഥത്തിൽ അതിൽ ഇടപെടുന്നത്. അത് ശരിയുമാണ്. കാരണം എന്ന് വെച്ചാൽ സിസ്റ്റത്തിന് ഒരിക്കലും എന്തില്ല, ഒരു ഹൃദയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയമില്ലാത്ത ഒരു സിസ്റ്റമാണ് നമ്മളുടെ മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഹൃദയമുണ്ടായതാണ് അപകടം. ഡോക്ടർ ഹാരിസിന് ഹൃദയം ഉണ്ടായിപ്പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് വേദന വന്നു പല വിഷയങ്ങളുണ്ടായ സമയത്ത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു രോഗി, ഒരു വിദ്യാർത്ഥി ചികിത്സയ്ക്ക് വന്നു. അദ്ദേഹത്തിന് ഓപ്പറേഷൻ നിശ്ചയിച്ചു. പക്ഷേ അവിടെ എക്യുപ്മെന്റ് ഇല്ല. എന്ന് വെച്ചാൽ അതിനാവശ്യമായി എക്യുപ്മെന്റ് പൂർണ്ണമായിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് പലതുമാണ്. അതെല്ലാം കൂടി കൂട്ടിവയ്പ്പിച്ച് കഴിയുമ്പോൾ മാത്രമാണ് അത് ഫലപ്രദമായിട്ടുള്ള ഈ രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു സാങ്കേതിക വിദ്യയും സംവിധാനമായിട്ട് മാറുകയും. അപ്പോൾ ഒരു ചെറിയ, ഞാൻ പറയുന്ന ഒരു ചെറിയ നട്ട് പോയാൽ പോലും ഇത് നടത്താൻ പറ്റില്ല. അപ്പം അങ്ങനെ ചെറിയൊരു കുറവ് വന്ന സമയത്ത് അത് മാറ്റിവെച്ചു. അദ്ദേഹം ചെയ്ത ഒരു തെറ്റെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അത് പബ്ലിക്കായിട്ട് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് ഇടാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ മാഷ് പറഞ്ഞതുമാതിരി ഇന്റേണലി അയാൾ ഒരുപാട് അപ്രോച്ച് ചെയ്തു, കാര്യം സാധിക്കാത്തതുകൊണ്ട് അയാൾ നിവൃത്തികേട് കൊണ്ടാണ് അത് ചെയ്തു പോയത്. അതിന്റെ ചോദ്യം ഇതാണ്, നമ്മൾ എപ്പോഴാണ് ഈ പബ്ലിക്കായിട്ട് സംസാരിക്കുന്നത്? നമ്മൾ ഉള്ളിൽ പറയേണ്ട സ്ഥലത്തെല്ലാം പറഞ്ഞിട്ട് അതിന് ഫലമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഫലമില്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ജോലി രാജിവെച്ചു പോകും, അല്ലെങ്കിൽ ഇതേപോലെ പറയണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ ഈ ദുരവസ്ഥകളിലേക്ക് വെളിച്ചം വീഴില്ല. കാരണം എല്ലാ മെഡിക്കൽ കോളേജ് മാത്രമല്ല, സർക്കാരിൻ്റെ ആരോഗ്യ സംവിധാനത്തിനകത്ത് അതിനെ കാർന്ന് തിന്നുന്ന ഒരു അഴിമതിയുടെ ഭൂതമുണ്ട്. ആ ഭൂതം എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂറോക്രസിയാണ്, ഡോക്ടർമാരല്ല. അപ്പം ഡോക്ടർമാരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഭയപ്പെട്ടിട്ട് അതൊന്നും പറയാതെ അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവരങ്ങ് പോകും. ഹാരിസ് അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നില്ല. അയാളുടെ രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് ഫലമുണ്ടായി. ഉടനെ തന്നെ ഉപകരണം വന്നു, ശസ്ത്രക്രിയകളെ കൃത്യമായിട്ടൊക്കെ നടന്നു. ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ എക്യുപ്മെന്റ്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിവരങ്ങളാണ് കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ പരിശോധിച്ചാൽ ഈ ഉപകരണം അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ പറയുന്നത് വെച്ചാൽ ഹാരിസ് അതൊക്കെ മറച്ചു വെച്ചിട്ട് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ആരോപണം ഉണ്ടാക്കുകയും അങ്ങനെ സർക്കാരിനെ അതുപോലെ ആരോഗ്യവകുപ്പിനെ ഒക്കെ കൂടുതൽ മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ടുള്ള അവസരം സൃഷ്ടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഷോക്കോസ് നോട്ടീസ് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് എത്തിക്കുന്നത്. അങ്ങനെ കൃത്യമായിട്ട് അയാളെ സ്പോട്ട് ഔട്ട് ചെയ്ത് അയാളെ ഉപദ്രവിക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർക്കാരിന് ഇതൊക്കെ പറ്റും. കാരണം വെച്ചാൽ സർക്കാർ എന്ന് പറഞ്ഞാൽ വലിയൊരു സംവിധാനമാണ്. ആ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ് എല്ലാവരും. ഹാരിസ് ആണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഹാരിസിനെതിരെ ഏത് തെളിവ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ നിർമ്മിക്കാം. ഇതിന് നമ്മൾ പറയുന്നത് പ്ലാൻഡ് ആയിട്ടുള്ള പ്രോസസ് എന്നാണ് പറയുന്നത്. ആസൂത്രിതമായിട്ട് ഒരാളെ ഉപദ്രവിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും പറ്റുമെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് വെട്ടി പുറത്തെറിയുന്നതിന് വേണ്ടി നടത്തുന്നതായ വലിയ ഒരു ഗൂഢാലോചന ഇപ്പൊ അങ്ങേരെ പബ്ലിക്കിന് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. പറഞ്ഞതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ അങ്ങേരെ പിന്മാറി എന്നാണ് പറയുന്നത്. അപ്പൊ ഒരാളുടെ ജീവൻ വെച്ച് കളിച്ചു എന്നല്ലേ അതിനർത്ഥം? അല്ല, ഓപ്പറേഷൻ പിൻവാങ്ങി ഓപ്പറേഷൻ നടത്തായിരുന്നു. ആ രോഗി മരിച്ച റിപ്പോർട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ജോറായി തീർന്നു. ഇയാളെ കൊലപാതകമായിട്ട് ചിത്രീകരിക്കാം എന്നുള്ളതാണ്. അപ്പൊ വളരെ സത്യസന്ധവും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കുരുക്കിലേക്ക് കൊണ്ടുവരാനും ആ കുരുക്ക് മുറുക്കാനും കഴിയുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സർക്കാർ സിസ്റ്റം എന്ന് സർക്കാർ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് ഹാരിസിനുള്ള ഒരു നിർദ്ദേശമല്ല ശരിക്കും പറഞ്ഞു.
ഹാരിസിനുള്ള നിർദ്ദേശമല്ല. ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഒരു ഇൻസ്ട്രക്റ്റീവ് ക്യാരക്ടർ ഉണ്ട്. ആ ഇൻസ്ട്രക്റ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മറ്റ് കേരളത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ എല്ലാ ഡോക്ടർമാർക്കും ഒരു നിർദ്ദേശമാണ്. ഹാരിസിനെ പോലെ ആവാൻ നിനക്ക് ആഗ്രഹമുണ്ട്, ഉണ്ടെങ്കിൽ നിന്നെ നിങ്ങളെ തൂക്കിക്കൊല്ലും എന്നാണ് പറയുന്നത്. അത് നമ്മളെ പുറത്തുള്ള ഗുണ്ടാ സംഘങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രവൃത്തിയാണ്. സർക്കാർ ഗുണ്ടയായി മാറുകയാണ് ചെയ്യുന്നത്. ഗുണ്ടകളുടെ പ്രവർത്തനം എങ്ങനെയാണ്? അവരുടെ പ്രവർത്തനത്തിനെതിരായിട്ട് നിൽക്കുന്നവനെ അവരെന്ത് ചെയ്യും? ശരിപ്പെടുത്തും. അവനെ ശരിപ്പെടുത്തുമ്പോൾ പറയുന്നതെന്നാണ്, മറ്റുള്ളവരോട് മുഴുവൻ പറയാണ്, ഇവന്റെ പാഠം ഇത് കണ്ടോ, ഇത് നിങ്ങൾക്കൊരു പാഠമാണ്, ഇതുമാതിരി ചെയ്താൽ നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഹാരിസിനെ ക്രൂശിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും ശരിയായ ഒരു സമീപനമല്ല. കാരണം വെച്ചാൽ ഹാരിസ് എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഡോക്ടറാണ്. എല്ലാ ഡോക്ടർമാരും ഇങ്ങനെ ആകണമെന്ന് ഇല്ല. ഡോക്ടർമാരുടെ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, ഇപ്പോൾ നമ്മൾ ഹിപ്പോക്രറ്റ്സ് ഓത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓത്ത് എടുത്തിട്ടാണല്ലോ ഡോക്ടർമാരെല്ലാം അവരുടെ ചികിത്സയിലേക്ക് കടക്കുന്ന. അങ്ങനെയാണ് ആ ഓത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം മുഴുവനുമായിട്ട് രോഗികൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ രോഗികൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ രോഗികളെ രോഗാവസ്ഥയിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരുതരം മൃദുസഞ്ജീവനിയുടെ പ്രവർത്തനമാണ് ഓരോ ഡോക്ടർമാരും ചെയ്തിട്ടുണ്ട്. അതാണ് പ്രശ്നം. ജീവൻ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ജീവൻ നൽകുക, രോഗികൾക്ക് ജീവൻ നൽകുന്നതായിട്ടുള്ള ഡോക്ടറായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ് അദ്ദേഹം പഠിച്ച സ്ഥലമാണുള്ളത്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. അവിടെ ആദ്യം ഒരു രോഗിയായിട്ടാണ് അദ്ദേഹം വരുന്നത്. പിന്നീട് അവിടെ വിദ്യാർത്ഥിയായിട്ട് വന്നു, അവിടെ പഠിച്ചു, പാസ്സായി, അതിനുശേഷം അവിടെ ഡോക്ടറായിട്ട് വന്നു. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതായിട്ടുള്ള നിയോഗ പ്രക്രിയയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹം അത് ചെയ്തു. മാത്രമല്ല അദ്ദേഹം എല്ലാ ദിവസവും ഈ മെഡിക്കൽ കോളേജിലേക്ക് ജോലിക്ക് വരുന്ന ഒരു ബൈക്കിലാണ് അല്ലേ. നമുക്ക് ഏതെങ്കിലും ഡോക്ടർ ഇങ്ങനെ കാണാനായിട്ട് കഴിയും. ഡോക്ടർ ആവുമ്പോൾ തന്നെ, കാരണം ഡോക്ടർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് പലയിടത്തും 1,00,000 മുകളിലാണ്. ശരിക്കും 1,00,000 മുകളിൽ മാസം ശമ്പളം വാങ്ങുന്ന ഒരു ഡോക്ടർ, 1,00,000 എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പറഞ്ഞാണ്. വളരെ മൾട്ടിനാഷണൽ സ്വഭാവമുള്ള നമ്മളുടെ ഹോസ്പിറ്റലുകളൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് 2-3 ലക്ഷം രൂപ ശമ്പളം കിട്ടും കേട്ടോ. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു റൂൾ ഉണ്ടായിരുന്നു, നമ്മള് പുറമെ എക്സ്ട്രാ പണിക്കൊന്നും പോലെ പ്രൈവറ്റ് ആയിട്ട് വേറെ ചികിത്സിക്കാനൊന്നും പാടില്ല എന്നൊക്കെ ആണെങ്കിൽ കൂടി പല ഡോക്ടേഴ്സും അത് ശരിയാണ്. അത് ഇപ്പൊ അങ്ങനത്തെ ചികിത്സയും പരിപാടികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അതൊരു കൂട്ടുകൃഷിയായിട്ട് നടക്കുന്ന പരിപാടി. പിന്നെ അവർക്ക് പലതരത്തിലുള്ള കമ്മീഷനുകൾ ലഭിക്കുന്നു. ഒരു രോഗി വന്ന് അയാളെ MRI സ്കാൻ എഴുതി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ MRI സ്കാനിനൊക്കെ 10-20,000 രൂപ വരെ വരുന്നുണ്ട്. അതായത് ഒരു രോഗിയുടെ തന്നെ 2 ആസ്പെക്റ്റില് എന്ന് വെച്ചാൽ, ഒന്ന് ചിലപ്പോൾ ഒരു സൈഡ് പൊസിഷൻ ആയിരിക്കും, ചിലപ്പോൾ വേറെ പൊസിഷൻ, 2-3 എടുത്തുകളൊക്കെ 20,000 രൂപയിൽ കൂടുതൽ തന്നെ വരും. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ശതമാനം ഇവർക്ക് കൊടുക്കാറുണ്ട്. അതെ മാഷെ, ഒരു ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമ്മൾ രാവിലെ കയറിയാൽ വൈകുന്നേരം വரைக்கும் അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. കാരണം ഒന്നില് ചികിത്സിക്കുമ്പോൾ അവിടെ എന്തോ പ്രശ്നമുണ്ട്, അപ്പം നിങ്ങൾ ഈ ഡോക്ടറെയും കൂടെ കാണണമെന്ന് പറഞ്ഞാൽ അവർ എഴുതി തരും. അവിടെ പോകുമ്പോൾ അടുത്തൊരു ഡോക്ടറെയും കൂടെ കണ്ടിട്ട് പോകാൻ പറയും. അവന് അവസാനം ഒരു ഗ്യാസ്ട്രോ വരയ്ക്കൊക്കെ എത്തി ഒരു എൻഡോസ്കോപ്പി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വൻ തുക ഹോസ്പിറ്റലായിട്ട് നമ്മൾ പോയിട്ടുണ്ടാവും. അത് പുതിയ ചികിത്സയുടെ ഒരു പ്രത്യേകതയാണ്. പഴയ കാലത്തെ ചികിത്സാ രീതിയല്ല. രോഗികളും പോലും അതാണ് ആവശ്യപ്പെടുന്നത്. രോഗികളുടെ കൂടി ഒരു ആവശ്യമുണ്ട് ഇതിനകത്ത്. കാരണം വെച്ചാൽ അത് ക്രിയേറ്റഡ് ആണ്, നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു ബോധമാണ് ശരിക്കും പറഞ്ഞത്. കാരണം എല്ലാം പരിശോധിക്കണം, എല്ലാം മനസ്സിലാക്കപ്പെടണം. അതുകൊണ്ട് എല്ലാ ഡോക്ടർമാരും എന്നെ ഒന്ന് പരിശോധിക്കണം എന്ന് രോഗിയും വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഈ പരിശോധനകളൊക്കെ വരുമ്പോഴേക്കും എല്ലാ ടേബിളുകളിലേക്കും പോയി വരുമ്പോഴേക്കും ഒരുപാട് പണം അതിന് ചെലവഴിക്കും. എന്ന് വെച്ചാൽ ആധുനിക ചികിത്സ എന്ന് പറയുന്നത് ചെലവേറിയ ചികിത്സയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടും. ഇവിടെയാണ് ചെലവ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നും ലോകത്തെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഡോക്ടറുടെ ജോലി എന്നും വിശ്വസിക്കുന്നതായിട്ടുള്ള ഡോക്ടർ ഹാരിസ് അദ്ദേഹം പ്രവർത്തിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ മനസ്സിലാക്കാനായിട്ട് ആർക്കും കഴിയുന്നില്ല. അങ്ങനെ നമ്മളുടെ സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ബ്യൂറോക്രസിയും അദ്ദേഹത്തെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുകയും ക്രൂശിക്കുകയും അവസാനം അദ്ദേഹത്തെ ഈ ജോലിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയാനായിട്ട് പോകുന്നൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് ഹാരിസിൻ്റെ കണ്ണുനീർ നമ്മൾ കാണുന്നത്. ഒരിക്കലും ഒരു ഡോക്ടർക്ക് ഇങ്ങനെയുള്ള വിധി ഒരു ജനാധിപത്യ സർക്കാർ നൽകാൻ പാടില്ല.